കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കൽ റെയ്ഡിനിടെ കഞ്ചാവ് കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ബോയ്സ് ഹോസ്റ്റലിൽ നടന്ന പരിശോധനയിൽ 7 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ. അല്പസമയത്തിനകം ഞങ്ങളുടെ പ്രതി തനീഷ് തമ്പി കൂടി പോളിടെക്നിക്കിൽ നിന്ന് ചേരുന്നുണ്ട്. കളമശ്ശേരിയിൽ ഈ കഞ്ചാവ് പിടിക്കുന്ന റെയ്ഡിൽ പിടിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് അവർക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരമായിരുന്നു. ഈ ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാത്രിയിൽ ഈ റെയ്ഡ് നടത്തിയത്. കോളേജ് ഹോസ്റ്റലിലാണ് റെയ്ഡ് നടത്തി ഇതൊക്കെ കണ്ടുപിടിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനേഷ് തമ്പി, ഗുഡ് മോർണിംഗ്. തനേഷ്, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ കഞ്ചാവ് കച്ചവടക്കാരെ വീടൊക്കെ റെയ്ഡ് ചെയ്യുമ്പോഴാണ് 7 കിലോ കഞ്ചാവൊക്കെ കിട്ടിയെന്ന് പറയുന്നത്. പറയൂ. ശരിക്കും ഇപ്പോൾ വരുന്ന വാർത്ത 9 കിലോ 400 ഗ്രാം കഞ്ചാവ്. തനേഷ്, ഞാൻ പറഞ്ഞ കണക്ക് കറക്റ്റാണോ? 9 കിലോ 400 ഗ്രാം ആണോ? തീർച്ചയായും അതെ, ഏതാണ്ട് 10 കിലോ 9 കിലോ 400 ഗ്രാം കഞ്ചാവ് പിടികൂടി എന്നാണ് FIR-ൽ പറയുന്നത്. അത്രത്തോളം വലിയ കഞ്ചാവ് വേട്ട, ഒരുപക്ഷെ ഇത്രത്തോളം വലിയൊരു ലഹരി വേട്ട കേരളത്തിൽ ഒരു ക്യാമ്പസിലുണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് നമുക്ക് പറയാം. ക്യാമ്പസുകളിൽ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയ സംഭവങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര അധികം വോളിയമുള്ള ഒരു കണ്ടെത്തൽ അത് ഈ സമീപകാലത്തൊന്നും അത്തരത്തിലുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കളമശ്ശേരിയിലെ പ്രശസ്തമായ ഒരു ക്യാമ്പസാണ് ഈ ഒരു ഗവൺമെന്റ് പോളിടെക്നിക്ക്. ഈ പോളിടെക്നിക്ക് സാധാരണ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ഉള്ള ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവണതകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതൊക്കെ നിയന്ത്രിക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഈ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി സംഘടനകൾ വളരെയേറെ സജീവമായ ഒരു ക്യാമ്പസാണ്. SFIയും KSUവും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ വളരെ സജീവമായി സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു ക്യാമ്പസ്. ആ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായ സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ചെറിയ പൊതി കഞ്ചാവുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നൊക്കെ പിടികൂടുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും ചർച്ചയാകാറുമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഒരു ക്യാമ്പസിനാകെ വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള അത്രയും അധികം കഞ്ചാവാണ് ഇന്നലെ പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച റെയ്ഡിലാണ് ഈ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. അത് ഒരു ബണ്ടിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് ഇന്ന് നടക്കുന്ന ഹോളി ആഘോഷങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന അതാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അങ്ങനെയെങ്കിൽ അത് എന്ത് വലിയ ഒരു ഗുരുതരമായ പ്രശ്നമാകുമായിരുന്നു എന്നുള്ളത് കാണേണ്ടതുണ്ട്. കാരണം ഈ വിദ്യാർത്ഥികൾ സജീവമായി ക്യാമ്പസിലെത്തുന്ന അല്ലെങ്കിൽ ഹോളി പോലുള്ള ഒരു ആഘോഷം അത് വളരെ സജീവമായി നടക്കാൻ പോകുന്ന ഒരു ക്യാമ്പസിനകത്തേക്ക് ഒരു പറ്റം വിദ്യാർത്ഥികൾ കഞ്ചാവ് ലഹരിയിൽ ആണ് വരേണ്ടിയിരുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ ക്യാമ്പസുകൾക്കകത്ത് മാത്രമല്ല ക്യാമ്പസിന് പുറത്തുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അർദ്ധരാത്രി കൊച്ചിയുടെ പല ഭാഗങ്ങളിലും നടത്തിയ റെയ്ഡിൽ ഒട്ടേറെ വളരെയധികം ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് അന്ന് വാർത്തയായതുമാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് നടക്കുന്ന ഇന്നലെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമിട്ടത്. അതിന് വേഷം മാറിയാണ് അവർ ക്യാമ്പസിനകത്തേക്ക് വന്നത്. അപ്പോൾ പുലർച്ചെ, അതായത് ഏതാണ്ട് ഒരു 12 മണിക്കൊക്കെ ശേഷമാണ് എത്തുന്നതെങ്കിൽ പോലും ആ സമയത്തൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ വളരെ സജീവമായി ഉണ്ടായിരുന്നു. കുറേയെങ്കിലും വിദ്യാർത്ഥികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിലേക്ക് പൊടുന്നനെ ഈ ഒരു പോലീസ് സംഘം എത്തുകയും വളരെ വിശദമായ റെയ്ഡ്, വളരെ മണിക്കൂറുകൾ നീണ്ടുനിന്ന റെയ്ഡിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ 10 കിലോയോളം കഞ്ചാവ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ 2 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർക്കായിട്ടുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.